വെക്കുന്നുണ്ട്, കാരണം എന്നാൽ കൂടുതൽ കാണാൻ പറ്റും. സ്ക്രീൻ ഒന്ന് ചെരിച്ച് വെച്ചാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഇതാണ് നമ്മുടെ ബങ്കിയുടെ ഹോം പേജ് ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ bungi.com എന്ന് നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അത് ഓപ്പൺ ആവില്ല, കാരണം അവിടെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്, പ്രൊഡക്റ്റുകളൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് bungi.com അടിച്ചു കഴിഞ്ഞ് വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് കയറാൻ പറ്റില്ല. അതൊന്ന് മുൻകൂട്ടി പറയാണ്. ഇപ്പോൾ സിസ്റ്റത്തിൽ BUNGKI അക്ഷരം മാറിയിട്ട് ഒരുപാട് കമ്പനികൾ ഇങ്ങനെയുള്ള കമ്പനി ഉണ്ടാവുന്നത്. അതിന്റെ ലെറ്റർ എന്ന് നമ്മൾ ഓർമ്മിക്കണം. BUNGKI bungi.com ഫുൾ സർവീസ് വെബ്സൈറ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. bungi.com ഒരു ഫുൾ സർവീസ് വെബ്സൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ സർവീസും. ഈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഫുഡ്, ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ കഴിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങൾ, ഫുഡ് ഐറ്റംസ് എന്നാണ് ഉദ്ദേശിച്ചത്. 2 ട്രാവൽ എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ലോകത്ത് എവിടെയും ട്രാവൽ ചെയ്യാനുള്ള ഫെസിലിറ്റി, അല്ലാണ്ട് നമ്മൾ വെറുതെ ടൂർ പോകുന്ന കാര്യമല്ല. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് മുതൽ ഫ്ലൈറ്റ് ടിക്കറ്റ് മുതൽ എവിടെയൊക്കെ വലിയൊരു പ്രോഗ്രാം നടക്കുന്നു, ഉദാഹരണം ഡിസ്നി ലാൻഡിൽ ടിക്കറ്റ്, സിനിമ ടിക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ടിക്കറ്റുകൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇവർ വെക്കുന്നത് ബങ്കിയിലൂടെ. നെക്സ്റ്റ് ഗ്രേറ്റ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ ആളുകൾ ഇത് വാങ്ങിക്കണം എന്നില്ല, കാരണം ഒരുപാട് ഇ കൊമേഴ്സ് കമ്പനികളുണ്ട്. പക്ഷെ അവിടെ എന്തുണ്ട്, വലിയ വലിയ ഓഫറുകൾ, പ്രൊമോഷൻ വഴി വലിയ വലിയ ഓഫർ കൊടുത്തുകൊണ്ട് ആണ് ആളുകളെ വലിയ രീതിയിലുള്ള സെയിൽസ് പ്രോഗ്രാമിൽ കൂടി ആളുകളെ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല ഗുഡ് സർവീസ്, ഫാസ്റ്റ് ഡെലിവറി വേൾഡ് വൈഡ്, ലോകത്ത് മുഴുവനാണ് ഈ ഫാസ്റ്റ് ഡെലിവറി ഇവർ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഈ ലോക രാജ്യങ്ങളെ കംപ്ലീറ്റ് ഗവൺമെന്റും അവിടുത്തെ എല്ലാ നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട്. കാരണം സത്യസന്ധമായി ചെയ്യുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത് 100% പാലിച്ചാൽ മാത്രമേ, അതിന്റെ ലൈസൻസ് ഒക്കെ അവർ കിട്ടിയാൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യൂ. അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം 2 വർഷത്തോളം നമുക്ക് താമസം വന്നത്. ലോട്ട്സ് ഓഫ് പ്രൊഡക്ട്സ് ടു ചൂസ് ഫ്രം, അതായത് നിരവധി കാറ്റഗറിയിലുള്ള, നമുക്കറിയാം ആമസോണിൽ കയറി കഴിഞ്ഞാലോ ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം പല കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അങ്ങനെ ക്ലാസിക് ആയിട്ടുള്ള, പ്രീമിയം ആയിട്ടുള്ള, സൂപ്പർ പ്രീമിയം ആയിട്ടുള്ള, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവർക്ക്. ഇത് എന്തുണ്ട്, എല്ലാം ഉണ്ട്. ഈവൺ മെഡിസിൻ പോലും അവൈലബിൾ ആണ്. നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള പല കമ്പനികളുടെ മെഡിസിൻ അടക്കം നമുക്ക് അവൈലബിൾ ആവും. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട, കോസ്മെറ്റിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട സമസ്ത മേഖലയുള്ള ഏറ്റവും നല്ല പ്രീമിയം ക്ലാസ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല വൈഡ് റേഞ്ച് ഓഫ് ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസ്, അതായത് ഉൽപ്പന്നങ്ങൾ കൊടുത്തതിന് ശേഷം അതിനുശേഷം അവരുടെ സർവീസ്, ഒരു കംപ്ലൈന്റ് വന്നാൽ അത് അവർക്ക് 100% 200% ആണ് റിട്ടേൺ പോളിസിയോട് കൂടി അവർ ഉൽപ്പന്നങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അതുപോലെ സേഫ് പേയ്മെന്റ്, അവിടെയാണ് PVC മെറ്റ വലിയ റോൾ എടുക്കാൻ പറ്റുന്നത്. അതായത് സേഫ് ആയിട്ടുള്ള പേയ്മെന്റ് എന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസി ടോക്കൺ ആയിട്ട് ബന്ധപ്പെട്ട പേയ്മെന്റ് സിസ്റ്റം ആണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടും. ഇവിടെ എഴുതിയിട്ടുണ്ട് ബങ്കി ഓൺ ഡിമാൻഡ്. ബങ്കി വലിയ ഡിമാൻഡ് ഉണ്ടാവും. കാരണം എനിത്തിങ്, എന്തുകൊണ്ടാണ് ഡിമാൻഡ് ഉണ്ടാവുന്നത്? എനിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാം, എനിവെയർ, ലോകത്തെവിടെയും, എനി ടൈം, പാതിരാത്രി 12 മണിക്കായാലും സാധനം കിട്ടുന്ന രീതിയിലുള്ള ചാറ്റിംഗ് ഫെസിലിറ്റി, കോൾ ഫെസിലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഹൂ ഈസ് ബങ്കി സൂട്ടബിൾ ഫോർ? ആർക്കൊക്കെയാണ് സൂട്ടബിൾ ആവുന്നത്? ഈ ബങ്കി വരുന്നതോട് കൂടിയിട്ട് ഇത് ആർക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? അവിടെയാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇരിക്കുന്നത്. ഈ PVC മെറ്റ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കുന്ന വലിയൊരു പ്രോഗ്രാമുണ്ട്. അതായത് ആളുകൾക്ക്, വലിയ വലിയ ബിസിനസ്സുകാർക്ക് PVC മെറ്റ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ഒരു ആവശ്യമാണ് ഇവിടെ തെളിഞ്ഞു വരുന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവും, വില കയറുന്നുണ്ടാവും. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം അടിച്ച് ഹൂ ഈസ് bungi.com സൂട്ടബിൾ ഫോർ, ഇതിനാണ് സൂട്ടബിൾ ആവുന്നത്. അടുത്ത പേജിലേക്ക് ഞാൻ പോവാണ്. ഇതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ പേജിൽ പറ്റുന്നത് വായിക്കണം, ഒന്ന് നോട്ട് ചെയ്യണം, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഞാൻ പറയാം, SMEs, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എന്റർപ്രണേഴ്സ് ഹൂ വാണ്ട് ടു എക്സ്പാൻഡ് ദ മാർക്കറ്റ് എബ്രോഡ്. അവിടെ ഒരു വാക്കാണ്. കാരണം വളരെ ചെറിയ വ്യാപാരികൾക്ക്, വ്യവസായികൾക്ക്, അവർക്ക്
വേൾഡ് മാർക്കറ്റ്, പുറത്ത് രാജ്യങ്ങളിലേക്ക് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരവസരവും Bungi.com കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ വരുന്ന കസ്റ്റമർക്കും ഒരു ലൈസൻസ് എടുക്കാതെ ഇതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റിൽ Bungiയുടെ റിസ്കിൽ, വേൾവിന്റെ റിസ്കിൽ ഡെലിവറി ചെയ്യുന്ന ഒരു സംവിധാനം. അതായത് എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു അച്ചാർ ഉണ്ടാക്കുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഒരു വിദേശ രാജ്യത്തേക്ക് ഞാൻ ഈ സാധനം അയക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ലൈസൻസ് ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് Bungiയിലൂടെ നമുക്ക് ആ ഒരു ലൈസൻസ് എടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Bungiയിലൂടെ ഈ സാധനം അബ്രോഡിലേക്ക് അയക്കാനുള്ള ഒരു ഫെസിലിറ്റിയും Bungi.com നമുക്ക് തരുന്നു. അത് ചെറിയ സാധ്യത എന്ന് തോന്നുന്നു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന, ചെറിയ മീഡിയം എന്റർപ്രണേഴ്സിന് ഗുണം ചെയ്യുന്ന വലിയൊരു പ്രൊജക്ട്. അടുത്ത പേജിലേക്ക് പോകാൻ പോകുന്നു. കമ്പനി. നേരത്തെ പറഞ്ഞത് സ്മോൾ ബിസിനസ്മാൻ ആണെങ്കിൽ ഇവിടെ കമ്പനികൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന രീതിയിൽ എങ്ങനെയാണ്? ലാർജ് എന്റർപ്രണേഴ്സ് ഹു വാണ്ട് ടു എക്സ്പാൻഡ് സെയിൽസ് ചാനൽ ടു ഫോറിൻ കൺട്രീസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാർജ് എന്റർപ്രണേഴ്സ് ഹു വാണ്ട് ടു എക്സ്പാൻഡ് സെയിൽസ് ചാനൽസ് ടു ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ചാനലായിട്ട് അവരുടെ എന്റർപ്രണർഷിപ്പ്, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി കമ്പനികൾക്ക് നൽകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കല്? കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് വായിക്കാനും വിൽക്കാനും PVC മറ്റും ഉപയോഗിക്കുന്നുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? വൺ ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പോകും. ഗ്ലോബൽ മാർക്കറ്റിൽ PVC മറ്റ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൂടാതെ അടുത്ത പേജിൽ ട്രേഡിംഗ് കമ്പനീസ്, ആൻ ഏജന്റ് ഹു വാണ്ട് ടു സെൽ പ്രൊഡക്ട്സ് ഫ്രം മാനുഫാക്ചേഴ്സ് ടു എക്സ്പോർട്ട് ടു ഫോറിൻ കൺട്രീസ്. വീണ്ടും ഇതേപോലെ സാധാരണക്കാരന് കമ്പനി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു ഏജന്റ് ആയിട്ട്, എനിക്ക് വേണമെങ്കിൽ നാളെ ഒരു ഏജന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ പുറം രാജ്യത്തേക്ക് വിടാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സുഹൃത്തുക്കളെ, ദയവായിട്ട് നമ്മൾ ഇന്ത്യയിലുള്ള ആളുകൾ ഇത് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വലിയ രീതിയിൽ ചെയ്യുന്നു വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഇവിടുത്തെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇവിടെ നിന്ന് ആളുകൾ കൊണ്ട് 150 രാജ്യത്ത് വിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ ഇതിന്റെ സാധ്യത ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 150 രാജ്യത്ത്, ഇന്ത്യക്ക് പുറത്തുള്ള 150 രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈന പോലത്തെ, അല്ലെങ്കിൽ മലേഷ്യ പോലെ, തായ്ലൻഡ് പോലെയുള്ള നിരവധി രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലെയുള്ള, അല്ലെങ്കിൽ UK പോലുള്ള, അല്ലെങ്കിൽ USA പോലെയുള്ള രാജ്യങ്ങളിലെ എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏജന്റുമാര് നിരവധി ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ കടത്തിവിടും. അവിടെ എന്ത് സംഭവിക്കും? ഈ സാധനം അവർക്ക് ആവശ്യമുണ്ട്, PVC മറ്റ ബൾക്കായിട്ട് അവർക്ക് ആവശ്യം വരുന്ന സുഹൃത്തുക്കൾ. അതിന്റെ സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതൊരു PVC മെറ്റ എന്ന് പറയുന്നത് നമ്മളെ പല സാധാരണക്കാരൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസ് അങ്ങനെയുള്ള ആളുകൾ PVC മെറ്റ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു കാലത്തിലേക്കാണ് Bungi നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. Bungi അതുകൊണ്ടാണ് ലേറ്റ് ആകുന്നത്. കാരണം Bungiക്ക് എന്ത് ആവശ്യമുണ്ട്? ലോകത്തിലെ 150 രാജ്യങ്ങളിലുള്ള കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ അതോറിറ്റികളുടെ പെർമിഷനും അതുപോലെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ആവശ്യമുണ്ട്. അതിന്റെ ഒരു ഡിലാണ്. പക്ഷെ ഒരു കമ്പനിക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കമ്പനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റുമോ 150 രാജ്യത്ത് ഞമ്മക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി തരാം? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്തറിയോ? നടക്കാത്ത കാര്യമാണ്. ഇന്ത്യൻ കമ്പനികൾ പോലും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ കുറച്ച് കമ്പനിയാണ് 10-30 രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുപോലെയുള്ള ചില രാജ്യങ്ങൾ, കുറച്ച് കൂടുതൽ രാജ്യങ്ങൾ. പക്ഷെ ഈ പറയുന്ന ലിക്വറൊക്കെ ഉള്ള സാധനങ്ങൾ, അതുപോലെ ഗുഷിന്റെ ബാഗ് 75,000 മുതൽ 2 ലക്ഷം വരെ വരുന്ന ഒറിജിനൽ മുതലേന്റെ അല്ലെങ്കിൽ ക്രൊക്കഡൈലിന്റെ സ്കിന്ന് അല്ലെങ്കിൽ അതിന്റെ തോല് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകത്ത് അവർ എവിടെയും വിറ്റിട്ടില്ല. ഇന്ന് വരെ ലോകത്ത് ഒരു വെബ്സൈറ്റിലും വിൽക്കാത്തൊരു സാധനം. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നിങ്ങൾ നോക്കിയാൽ ആ ബാഗ് നിങ്ങൾക്ക് അവരെ സ്വന്തം വെബ്സൈറ്റ് മാത്രം, അവരെ ഷോറൂം മാത്രം വിറ്റുകൊണ്ടിരുന്ന കമ്പനി നമ്മളെ കമ്പനിയുടെ ടൈപ്പ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ആ കമ്പനിയുടെ പവർ എത്രത്തോളാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് കുറച്ച് സമയം വൈകുന്നുണ്ട്. മാത്രമല്ല ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന്റെ റിവ്യൂ ഞാൻ കുറച്ച് റിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. ബാങ്കോക്കിലുള്ള ആളുകൾ ഉപയോഗിച്ച റിവ്യൂ ആണ്. എ ഫ്രണ്ട് ഇൻ ബാങ്കോക്ക് നീഡഡ് ഹെൽപ്പ്, ഹി വാണ്ടഡ് ടു സാൻ മുഗൾ ലൈറ്റ് ഇൻ ദ ബോട്ടിൽ. അതായത് ഒരു ബുക്കറ്റിൽ വെച്ച് അവർക്ക് ഒരു ലിക്വർ ആവശ്യം വന്നു. അവര് അത് ചോദിച്ചു, അത് ബന്ധപ്പെട്ടു. Bungiയിലൂടെ എത്ര പെട്ടെന്ന് കിട്ടിയതിനെ കുറിച്ചാണ് കൂടുതൽ വായിച്ചു കഴിഞ്ഞത്. ഇതാണ് ആ ലിക്വർ. ഈ ലിക്വർ വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് കിട്ടിയതെന്ന് പറയുന്നത് ബെസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ഐ ഹാവ് എവർ ഹാഡ്. എൻ്റെ അനുഭവത്തിൽ ഇത്ര നല്ലൊരു ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരാൾ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഇതിൽ ബാങ്കോക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ Bungiയിലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ലിക്വറാണ് ഉപയോഗിച്ചിട്ട്, അത് അദ്ദേഹം പറയുന്നതിൽ കണ്ടോ,
2 hours, 2 മണിക്കൂറിനുള്ളിൽ അവർക്ക് സാധനം അവൈലബിൾ ആയി. അത്ര ഫാസ്റ്റ് ഡെലിവറി. സൂപ്പർ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. ദ സ്റ്റാഫ്സ് വെയർ വെരി ഹെൽപ്ഫുൾ ആൻഡ് കൈൻഡ്. വിൽ ഡെഫിനറ്റ്ലി യൂസ് ദർ സർവീസ് അഗെയിൻ സൂൺ. ചിയേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അത്ര ഉഷാറായിട്ടാണ് പറഞ്ഞത്. വെരി ഗുഡ് സർവീസ്. ഓർഡർ മൈ ബിയർസ് ആൻഡ് ഡെലിവേർഡ് വിത്തിൻ ദ ഡേ. ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ്. ഗോയിങ് ടു ഓർഡർ അഗെയിൻ ടുഡേ. ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്യാൻ പോകുന്നതെന്നാണ് അദ്ദേഹം റിവ്യൂ ഇട്ടിരിക്കുന്നത്. വെരി ഗുഡ് സർവീസ്. ദ ഷോപ്പ് ട്രൈ ഹാർഡ് ടു ഫൈൻഡ് പ്രൊഡക്റ്റ് ആൻഡ് ഡെലിവറി വാസ് ഫാസ്റ്റ്. ഇതിൽ വളരെ വലിയൊരു പോയിന്റ് പറയുന്നുണ്ട്. വെരി ഗുഡ് സർവീസ്, വളരെ നല്ല സർവീസ് ആണ്. ദ ഷോപ്പ് ട്രൈ ഹാർഡ് ടു ഫൈൻഡ്. പക്ഷെ ഇത് എവിടെ നിന്നാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് സപ്ലൈ ചെയ്യുന്ന അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇത് പല പല കാര്യങ്ങൾ, പല രാജ്യത്തിന്റെ നിയമങ്ങളും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ വന്ന് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി അവർ വളരെ ഹൈഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും, കാരണം ഓഫീസ് വലിയ രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടോ വലിയ അവരെ ഷോപ്പുകൾ പ്രദർശിപ്പിച്ചിട്ടില്ല തുടങ്ങിയിരിക്കുന്നത് ഇതൊരു സീക്രട്ട് സൊസൈറ്റി ബിസിനസ് ആണെന്ന് ഇത് മാത്രം വായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രൊഡക്റ്റ് ആൻഡ് ഡെലിവറി വാസ് ഫാസ്റ്റ് എന്ന് പറയുന്നത് അതാ. താങ്ക് യു ഫോർ ക്വിക്ക് ആൻഡ് പൊളൈറ്റ് റെസ്പോൺസ് ആൻഡ് വെരി ഗുഡ് സർവീസ്. ഐ വിൽ റിപ്പീറ്റ് ദിസ് കമ്പനി ഷുവർ. ഞാൻ ഈ കമ്പനിയിൽ റിപ്പീറ്റ് ആയിട്ട് ഞാൻ സാധനം വായിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. അത് തായ്ലാന്റിലെ ഭാഷയിലാണ് നമുക്ക് മനസ്സിലാക്കുക. നൈസ് മാർക്കറ്റ് പ്ലേസ്. അഡ്മിൻ ഹാവ് ഗുഡ് സർവീസ്. ഫാസ്റ്റ് ഷിപ്പിംഗ്. ഹാവ് മെനി പ്രൊഡക്ട്സ്. ഹാവ് എവറിത്തിങ്. റിയലി കൂൾ സർവീസ്. ഹൈലി റെക്കമെൻഡ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നൈസ് പ്രൊഡക്റ്റ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഓർഡർ ചെയ്ത ആളുകളുടെ റിവ്യൂ ആണ്. ബോട്ട് പ്രൊഡക്ട്സ് ദിസ് സ്റ്റോർ. ഗുഡ് സർവീസ്. ക്വിക്ക് റെസ്പോൺസ്. എക്സാക്ട്ലി ആസ് ഡിസ്ക്രൈബ്ഡ്. ഐ ലൈക്ക് ടു വെരി മച്ച്. പറഞ്ഞിരിക്കുന്ന സാധനം തന്നെ എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രൊഡക്റ്റ് വാസ് വെൽ റാപ്ഡ് ആൻഡ് ഡെലിവർഡ് ടു ബാങ്കാൻ നോട്ട് ബ്രോക്കൺ നോട്ട്. അതായത് ഒരു ലിക്വർ അവർക്ക് സപ്ലൈ ചെയ്തപ്പോൾ വളരെ റാപ്പ് ചെയ്ത് നല്ല കണ്ടീഷനിലാണ് ഡെലിവറി. കാരണം ബോട്ടിൽ പൊട്ടിയിട്ട് പോലും ഡാമേജ് ആവാതെ ഡെലിവറി ചെയ്തു. അത്ര സസൂക്ഷ്മമാണ് അവർ ഓരോ പ്രൊഡക്റ്റും കൈകാര്യം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ആ ബോട്ടിൽ. ഈ ബോട്ടിൽ വളരെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ബോട്ടിലാണ്. അത് പൊട്ടാതെ എനിക്ക് ഡെലിവറി തന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വെരി ഫാസ്റ്റ് ഡെലിവറി. അറൈവ്ഡ് ഇൻ ബാങ്കോക്ക് ഇൻ 1 day. ഒരു ദിവസം കൊണ്ട് ബാങ്കോക്കിൽ എല്ലാം ലഭിക്കുന്നുണ്ടെന്നത് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഈസി ടു യൂസ്. നോ ഹാസിൽ. റിസീവ്ഡ് ദ ഐറ്റം ക്വിക്ക്ലി. ഗുഡ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ ബങ്കിയുടെ ഇ കൊമേഴ്സ് ഏജൻസി ഇൻ ബാങ്കോക്ക് തായ്ലൻഡ് ഓപ്പൺ ഇവിടെ കാണിക്കുന്നുണ്ട് പച്ച ലെറ്റർ. ഇത് ഞാൻ ഗൂഗിളിൽ അടിച്ചപ്പോൾ മാപ്പ് പറയുന്നതാണ് കേട്ടോ. മാപ്പിൽ പറയുന്നതാണ് ഇ കൊമേഴ്സ് ഏജൻസി ഇൻ ബാങ്കോക്ക് ഓപ്പൺ ആണ്. ഇപ്പം നിലവിൽ ഓപ്പൺ ആണ്. അടുത്തത് പോസ്റ്റ് ഓഫീസ് അഡ്രസ് ബാങ്കോക്ക് തായ്ലൻഡ്. അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ കണ്ടോ 6153899995. ഇത് കോണ്ടാക്ട് നമ്പർ ആണ്. അവിടെ നിന്ന് വിളിച്ചാൽ അവർക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത്ര വലിയ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് കുറച്ച് സമയം ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ബങ്കി.com വിപണിയിൽ ഓപ്പൺ ആവുന്നതോടു കൂടി PVC മെറ്റയുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് PVC മെറ്റയിൽ ആരൊക്കെ ഇന്ന് സീലിംഗ് ചെയ്തിട്ടുണ്ടോ അവർ സുരക്ഷിതമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം 100% ഉറപ്പാണ് PVC മെറ്റയുടെ വില ഒരു ദിവസം 1000 രൂപ കടക്കും. എന്ന് വെച്ചാൽ ഇന്ന് ഗ്രേറ്റ് ആയിട്ട് നമ്മളെ ലീഡേഴ്സ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ച് 25,000 PVC മെറ്റ ചെയ്തത് വരുന്ന 1000 ദിവസം കൊണ്ട് 50,000 PVC മെറ്റ ആവുന്നുണ്ടാവും. 50,000 PVC മെറ്റ ആയപ്പോൾ അതിന് 1000 രൂപ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊഹിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബിസിനസ്സും പല ബിസിനസ്സിന് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി നിരവധി പൈസ നമ്മൾ സ്പെൻഡ് ചെയ്ത ആൾക്കാരാണ്. തീർച്ചയായിട്ടും അവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത്രയും ബെനിഫിറ്റ് ഒരിക്കലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. കിട്ടിയവരുണ്ടാവാം. പക്ഷെ ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പൈസയും നമ്മളെ കുടുംബം നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ അടക്കം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ ബിസിനസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞ കുറേ ആളുകളുണ്ട്. എനിക്കറിയാം. പുതിയതായിട്ട് വന്ന ആളുകൾ ദയവായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ചിന്ന് സമയം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നമ്മൾ PVC മെറ്റയിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഇതുപോലെ സ്ക്രീൻ ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും.
ഏതായാലും വൈകിയ വേളയിൽ എന്നെ ശ്രമിച്ച ഇത്രയും സമയം നമുക്ക് വേണ്ടി ഈ ഒരു ബിസിനസ്സിന് വേണ്ടി സമയം കണ്ടെത്തി ഇത്രയും കാര്യങ്ങൾ കേൾക്കാൻ ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയ മുഴുവൻ എൻ്റെ പാർട്ട്നേഴ്സിനും നമ്മുടെ ടീം ലീഡേഴ്സിനും പുതിയ ആളുകൾക്കും അതുപോലെ നമ്മൾ ഈ ഗ്രേറ്റ് ഓർഗനൈസേഷൻ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മറ്റാ ടീമിൻ്റെ ഗ്രേറ്റ് ടീമിനും എല്ലാവിധ നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്.